ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പം ഞാൻ എന്താ പുതിയൊരു വീഡിയോ ആയി വീണ്ടും ഞാനിന്ന് കഫേ ഉത്യോപ്യയിലാണുള്ളത്. എല്ലാ തവണത്തെയും പോലെ നോട്ട് അറ്റ് ഓൾ പ്ലാൻഡ് വൺ. ഞങ്ങളിന്ന് ന്യൂക്ലിയസ് മോളിലൊക്കെ പോയി. അതിനുശേഷം എവിടുന്ന് ഫുഡ് കഴിക്കും? യൂഷ്വലി എപ്പോഴും വന്ന് നിൽക്കുന്ന ഏതെങ്കിലും സെയിം കടകളിൽ തന്നെ ആയിരിക്കും. അപ്പം സംതിങ് വെറൈറ്റി ആയിട്ടൊന്ന് ട്രൈ ഔട്ട് ചെയ്യാമെന്ന് പറഞ്ഞ് വെറുതെ നോക്കിയപ്പോഴത്തേക്കാണ് ഇങ്ങനൊരു ഓപ്ഷൻ റീൽ കണ്ടത്. ഞാനൊരു 8:45 ആയപ്പോഴാണ് കേട്ടോ ഇവർ വിളിച്ച് ചോദിച്ചത് എന്തെങ്കിലും പ്രീ ബുക്കിംഗ് റിക്വയർമെൻറ്റ്സ് ഉണ്ടോ എന്ന് അറിയാൻ വിളിച്ചതാണ്. അപ്പോൾ അവർ പറഞ്ഞു റിക്വയർമെൻറ്റ്സ് ഒന്നുമില്ല, ടിൽ 9:30 ആയിരിക്കും റെസ്റ്റോറൻറ്റ് ഓപ്പൺ ഉള്ളൂ എന്നുള്ളത്. അപ്പോൾ നോക്കിയപ്പോൾ എന്തായാലും ഒരു 15 മിനിറ്റ്സ് ഗൂഗിൾ മാപ്പിൽ കാണിക്കുന്നുണ്ടായിരുന്നു. ഒരു 9 o'clock ആകുമ്പം എത്തും എന്നുള്ളത് ഉറപ്പായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഉത്യോപ്യയിലെത്തി. ആക്ച്വലി എനിക്ക് ഈ ഒരു ആംബിയൻസ് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു കേട്ടോ. ലൈറ്റിങ്സ് ഉണ്ട്, വളരെ പീസ്ഫുൾ ആൻഡ് ആയിരുന്നു. ഈവൻ ഓപ്പൺ സ്പേസ് ആയിരുന്നെങ്കിൽ കൂടിയും ഒട്ടും തന്നെ ചൂടുണ്ടായിരുന്നില്ല, ഒരു കൂളിംഗ് എഫക്റ്റ് ഉണ്ടായിരുന്നു. അതിൻ്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരിടയ്ക്ക് വാട്ടർ സ്പ്രേ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ഇവിടെ ഒരു എന്തെങ്കിലും ചെറിയ ഇവൻറ്റ്സൊക്കെ അറേഞ്ച് ചെയ്യാനൊരു സ്പേസൊക്കെ ഉണ്ടായിരുന്നു. ഓഫ് കോഴ്സ് കുറേ റീൽസൊക്കെ കണ്ടു വന്നതുകൊണ്ടുകൂടി തന്നെ കുറേ എക്സ്പെക്റ്റേഷനിലായിരുന്നു ഞാനിരുന്നത് എന്ത് ഓർഡർ ചെയ്യുന്നുള്ളത്. ബട്ട് സ്റ്റിൽ അവരുടെ മെനു കാർഡ് വന്നപ്പോഴത്തേക്ക് അൺഫോർച്ചുനേറ്റ്ലി ഗ്യാസിൻ്റെ ക്ഷാമം മൂലം കുറേയൊക്കെ അവർ കട്ട് ഡൗൺ ചെയ്തിട്ടുണ്ടായിരുന്നു. ബട്ട് സ്റ്റിൽ ഇതെന്തൊക്കെയാണെന്നൊക്കെ ചോദിച്ച് മനസ്സിലാക്കി ഞാൻ ആദ്യം ഓർഡർ ചെയ്തത് ഈ ഐറ്റമാണ്. ദിസ് ഈസ് ഹോട്ട് ആൻഡ് സ്പൈസി ബീഫ് മിക്സ്ചർ. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി വീണ്ടും ഇതിൻ്റെ കൂടെ കഴിക്കാനുള്ള നമ്മുടെ ഒരു കള്ളുണ്ടല്ലോ, അക്കുടത്തിനകത്തൊക്കെയുള്ള അതിനൊരു പേര് അവർ പ്രത്യേകിച്ച് പറയും കേട്ടോ, ഞാനത് മറന്നുപോയി. അപ്പോൾ അത് അവൈലബിൾ ഉണ്ടായിരുന്നില്ല, ബിക്കോസ് നമ്മൾ ഓൾറെഡി ലേറ്റ് ആയിരുന്നു. അപ്പം ഞങ്ങൾ എന്നാലും ഇവരുടെ ഒരു സിഗ്നേച്ചർ ഐറ്റം ആയതുകൊണ്ട് തന്നെ ഇത് ട്രൈ ഔട്ട് ചെയ്തു. അത് നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. നമ്മുടെ സൈഡായിട്ടും വെറുതെ ആണെങ്കിലും കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ പറഞ്ഞത് ചപ്പാത്തിയും നല്ല കല്ലപ്പമാണ്. ഐ എം എ ബിഗ് കല്ലപ്പം ഫാൻ. അപ്പോൾ എനിക്ക് യൂഷ്വലി ചിലയിടത്തൊക്കെ ചെന്ന് ഓർഡർ ചെയ്ത കല്ലപ്പം ഫ്ലോപ്പായി പോകാറുണ്ട്. ബട്ട് ഇത്തവണത്തെ നല്ല അടിപൊളിയായിരുന്നു. ആവശ്യത്തിന് ചെറിയൊരു മധുരവും നല്ല സോഫ്റ്റും ആയിരുന്നു. ആക്ച്വലി ഫുഡ് കഴിച്ച് തീർക്കാൻ നല്ല ത്വരയുണ്ടായിരുന്നു കേട്ടോ, ബിക്കോസ് ഈ ഒരു ഏരിയ നല്ല രീതിയിലൊന്ന് കറങ്ങി കാണണമെന്ന് അതിയായ ആഗ്രഹം ഉണ്ടായിരുന്നു. ഞങ്ങൾ കഴിച്ച് കഴിയാറായപ്പോഴത്തേക്ക് തന്നെ ഓൾമോസ്റ്റ് അവിടെ എല്ലാം തന്നെ ക്ലിയർ ആയിട്ടുണ്ടായിരുന്നു, എല്ലാവരും തന്നെ പോയിട്ടുണ്ടായി. സോ ഞാൻ വേഗം തന്നെ ഫുഡ് അടിയൊക്കെ ഫിനിഷ് ചെയ്തിട്ട് ഇതിലൊന്ന് കറങ്ങി നടന്നു. ആ ഇലയൊക്കെ അനങ്ങുന്ന കാണുമ്പോൾ തന്നെ അറിയില്ലേ, നല്ല കാറ്റുണ്ടായിരുന്നു. നമ്മുടെ പുഴയുടെയൊക്കെ തീരത്തായതുകൊണ്ട് തന്നെ നല്ല കാറ്റും, ആൻഡ് ഇറ്റ് വാസ് വെരി കൂൾ. കുറച്ചുകൂടി ടൈം കിട്ടിയിരുന്നെങ്കിൽ എന്ന് തോന്നി കേട്ടോ. ആൻഡ് ഓഫ് കോഴ്സ് നമുക്കെല്ലാം അറിയാവുന്ന പോലെ ദിസ് ഈസ് അഭിരാമി സുരേഷ്. ഐ തിങ്ക് ഈ ഒരു കഫേയുടെ ഒരു സിഗ്നേച്ചർ പിക്ചർ പോലെ ഉണ്ട് കേട്ടോ ഇത്. ഞാനും ഡൂണും കൂടെ കുറച്ച് നേരം ഇവിടേക്ക് ഇങ്ങനെ ഇരുന്നു. നല്ല കാറ്റുണ്ടായിരുന്നു. കുറച്ച് നേരം കൊച്ചു വർത്താനമൊക്കെ പറഞ്ഞു. അപ്പോഴാണ് അവിടെ ഒരു ഊഞ്ഞാൽ കണ്ടത്. ഫുഡ് വളരെ മിനിമലായിട്ട് കഴിച്ചുകൊണ്ട് തന്നെ വയറ് നിറഞ്ഞതിൻ്റെതായ ക്ഷീണമൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല കേട്ടോ. ഡൂഡു അതിലെ വെള്ളം പോകുന്നതിൻ്റെയും ഊഞ്ഞാലിൻ്റെ വിശേഷവും ഇങ്ങനെ ഓരോന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചേട്ടനാണ് കേട്ടോ വീഡിയോ എടുത്ത് തരുന്നത്. അപ്പോൾ കുറച്ച് നേരം ആടിയപ്പോൾ ഞാൻ ആളെയും വിളിച്ചു ഇവിടെ വന്നിരിക്കാൻ. ഡൂഡു നേരെ അപ്പുറത്തേക്ക് ഊഞ്ഞാലിൽ അങ്ങോട്ട് പോയി. പിന്നെ ഞാനും ചേട്ടനോടേക്ക് ഇരുന്ന് വർത്താനമൊക്കെ പറഞ്ഞ് കുറച്ച് നേരമൊക്കെ ഇങ്ങനെ ഇരുന്ന് ആടി. അപ്പോൾ എന്തായാലും വളരെ ഷോർട്ട് ടൈം ആണ് ഞങ്ങൾക്ക് കിട്ടിയെങ്കിലും നമ്മൾ നല്ല രീതിയിൽ തന്നെ അതൊന്ന് എൻജോയ് ചെയ്തു. ബിക്കോസ് അത്യാവശ്യം കാറ്റും ആ ഒരു പച്ചപ്പും പിന്നെ ഓരോ സ്പേസും അവർ വളരെ യുണീക്കായിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. എനിക്ക് ആകെ റിഗ്രറ്റ് തോന്നിയത് ഈ ഒരു പ്ലാൻ കുറച്ചുകൂടെ നേരത്തെ തോന്നേണ്ടതായിരുന്നു എന്നാണ്. സോ ആക്ച്വലി വി ആർ പ്ലാനിങ് ടു കം ബാക്ക് എഗെയിൻ. ഒരു ലഞ്ചിന് ഇവിടെ വരണമെന്ന് നമ്മൾ വിചാരിക്കുന്നത്. ബിക്കോസ് ഇവരുടെ കുറേ സിഗ്നേച്ചർ ഐറ്റംസും പിന്നെ അതുപോലെ ഫിഷ് ഐറ്റംസും അങ്ങനെയുള്ളതൊക്കെ ട്രൈ ഔട്ട് ചെയ്യാനായിട്ട് ഒരു ലഞ്ചാണ് ഏറ്റവും നല്ലൊരു ടൈം എന്ന് തോന്നുന്നു. ഈ മനസ്സിന് ഇഷ്ടപ്പെട്ട ഫുഡൊക്കെ കഴിക്കുമ്പോഴത്തേക്ക് ഒരു വല്ലാത്ത സന്തോഷം തോന്നില്ലേ? എനിക്കത് പറയുമ്പോണ്ടല്ലോ, ഞാൻ ആക്ച്വലി ഒരു ഷവർമ കഴിക്കണമെന്നൊരു ആഗ്രഹമായിട്ട് ഒരു ഷോപ്പിൽ പോയി. ബട്ട് ആക്ച്വലി അത് അട്ടർ ഫ്ലോപ്പായിരുന്നു. ബിക്കോസ് ഷവർമ എന്ന് പറഞ്ഞിട്ട് എനിക്ക് കിട്ടിയത് ചിക്കനും കുറേ ക്യാബേജും ക്യാരറ്റും അരിഞ്ഞിരുന്നത്. ഐ തിങ്ക് ഒരു ക്യാബേജ് തോരൻ കഴിച്ച ഫീലിംഗ് ആയിരുന്നു എനിക്ക്. സോ പുതിയ റെസ്റ്റോറൻറ്റ്സ് ട്രൈ ചെയ്യാൻ എനിക്ക് ചെറിയ പേടിയുണ്ട്. ബട്ട് ഐ ആം വെരി ഹാപ്പി വിത്ത് കഫേ ഉത്യോപ്യ. അപ്പോഴേ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടാവും. ഐ നോ സ്റ്റിൽ ഇംപ്രവൈസേഷൻസ് ആർ റിക്വയർഡ്. ബട്ട് ഞാൻ ഇനി മാക്സിമം നല്ല രീതിയിൽ വീഡിയോ ഒക്കെ എത്തിക്കുന്നതായിരിക്കും. അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.